പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു യാത്രാ വീഡിയോ എന്ന് പറയുന്നതിലപ്പുറം ഒരു സ്ഥലം സന്ദർശിച്ചപ്പോൾ കണ്ട ചെറിയ കാഴ്ചകളുടെ വീഡിയോ ആണ്. മറ്റെവിടെയല്ല, നമ്മുടെ തിരുവനന്തപുരം സൂ തന്നെയാണ്. ഒരു അവധി ദിവസം തിരുവനന്തപുരം പോവുകയും അന്ന് കുറച്ച് സമയം കിട്ടി ഉച്ച കഴിഞ്ഞിട്ട്. അപ്പോൾ സൂവും ആർട്ട് ഗ്യാലറിയും മ്യൂസിയം ഒക്കെ കാണണമെന്നുള്ള ആഗ്രഹമായിട്ടാണ് കയറിയത്. പക്ഷേ സൂ മാത്രം കണ്ടിറങ്ങിയാണ് ചെയ്തത്. അപ്പം ആ ഒരു വീഡിയോയുടെ ചെറിയ കാഴ്ചകളാണ് ഇത്. എല്ലാവരും കാണാൻ എൻജോയ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതായത് ഉച്ച കഴിഞ്ഞ് ട്രിവാൻഡ്രം ടൗണിൽ നിന്ന് പതുക്കെ ഒരു ബസ്സിന് കയറി സൂവിലേക്ക് നടന്നു. അവിടുന്ന് സൂവിൽ കയറി ടിക്കറ്റ് എടുത്തു. 30 രൂപ എന്താ ഉള്ളൂ ടിക്കറ്റ് എന്ന് തോന്നുന്നു, സൂവിലേക്കുള്ള ടിക്കറ്റ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. എനിക്കതിൽ ഇഷ്ടപ്പെട്ടത് വെച്ചാൽ ആ ചെടികളും നല്ല പൂക്കളും മരങ്ങളും തണലും അതൊക്കെ തന്നെയാണ് അവിടെ ഏറ്റവും എനിക്ക് അട്രാക്ഷനായി തോന്നിയിരിക്കുന്നത്. ഒരുപാട് ദൂരെ നിന്ന് സൂവിൻ്റെയൊക്കെ എൻട്രൻസ് കാണാൻ, ആ പാലസിൻ്റെയൊക്കെ എൻട്രൻസ് കാണാൻ അതൊരു പ്രത്യേക ഭംഗിയായിരുന്നു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഈ ചെമ്പകമൊക്കെ ഞാൻ പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ട് ഓർമ്മ മാത്രമേ ഉള്ളൂ. അതൊക്കെ കാണുന്നു. പിന്നെ കുറേ കടലാസുകൾ കാണുന്നു. ഒരുപാട് പേരറിയാത്ത മരങ്ങളുടെയൊക്കെ പേര്, ഞാനിതുവരെ കേൾക്കാത്ത പേരുകളൊക്കെയാണ് ഒക്കെ. അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ കണിക്കൊന്ന ഇങ്ങനെ പൂത്ത് കിടക്കുന്നു. വിഷുവൊക്കെ ആണെങ്കിൽ ഒരുപാട് നാളുകൾക്ക് മുന്നെയാണ്, എങ്കിലും ഇതൊക്കെ പൂത്ത് കിടക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ടിക്കറ്റൊക്കെ കൊടുത്ത് ബാഗേജൊക്കെ അവിടെ കൗണ്ടറിൽ കൊടുത്ത് ക്ലോക്ക് റൂമിൽ കൊടുത്ത് ഒരു വണ്ടി കണ്ടു. അതിനകത്ത് 80 രൂപയാണ് ഒരാൾക്ക്. സോ കംപ്ലീറ്റ് കറക്കി നമ്മളെ കൊണ്ട് കാണിക്കുന്ന പറഞ്ഞു. പക്ഷെ ഞാനതിൽ കയറാൻ പോയില്ല. പിന്നെ അതിനായിട്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു കേട്ടോ കൂടെ. അപ്പം ഞങ്ങൾ നടന്നു. ആദ്യം തന്നെ കണ്ട കാട്ടുപോത്തിനെയാണ്. അപ്പം ആ കാട്ടുപോത്ത് നല്ല നല്ല സൈസുള്ള കാട്ടുപോത്തുകൾ. അപ്പോൾ അവിടെ ഓരോ മൃഗങ്ങളുടെ സെക്ഷനിലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ കൊണ്ടുവന്നാണ്, എത്ര വെയിറ്റ് ഉണ്ട്, അങ്ങനെ എത്ര ഇതിൻ്റെ ലൈഫ് സ്പാൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുപോലെ എന്തുണ്ട് കരിങ്കുരങ്ങാന്ന് തോന്നുന്നത്. ഇടയ്ക്ക് കരിങ്കുരങ്ങ് ചാടിപ്പോയി എന്നും പറഞ്ഞിട്ടോ, ഏതൊരു കുരങ്ങ് ചാടിപ്പോയി എന്ന് പറഞ്ഞാൽ കുറച്ചുകാലം മുമ്പ് വാർത്തയൊക്കെ കണ്ടിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും കിടക്കുന്നത് കടുവ എവിടെ, സിംഹം എവിടെ, പുലി എവിടെ എന്നൊക്കെയുള്ളതാണ്. ഇതിനെ തേടിയിട്ടാണ് മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്നത്. ഈ യാത്രയുടെ ഉദ്ദേശം തന്നെ ഇതുങ്ങളെയൊക്കെ കാണുന്നത്. പ്രത്യേകിച്ച് ഈ കടുവകളെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ എന്നും പത്രത്തിലൊക്കെ കാണുന്നുണ്ടല്ലോ, ന്യൂസിലൊക്കെ കാണുന്നുണ്ടല്ലോ, വയനാട്ടിൽ നിന്ന് കടുവ പശുവിനെ പിടിച്ചു, പോത്തിനെ പിടിച്ചു, മനുഷ്യരെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതുങ്ങളെ കാണണം എന്നുള്ളതായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ പോയപ്പം വലിയ കുറേ പക്ഷികളെയൊക്കെ കണ്ടു. പിന്നെ അവിടെ ഇതിനകത്തൊക്കെ ബേഡ്സൊക്കെ ഉണ്ട് ആ നെറ്റിൻ്റെ അകത്ത്. അതൊന്നും നമുക്ക് ക്യാമറയിൽ അത്ര വ്യക്തമായിട്ട് പറ്റില്ല. ഗോപ്രോയോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല ക്ലാരിറ്റി കിട്ടും. ഫോണിൽ നമുക്ക് പരിമിതിയുണ്ട്, പ്രത്യേകിച്ച് ഐഫോണൊന്നും അല്ലാത്തതുകൊണ്ടും സാധാരണ ഒരു ഫോണായതുകൊണ്ടും പരിമിതികളുണ്ട്. ഈ നെറ്റൊക്കെ ഇട്ടിട്ടുള്ള ഈ കേസൊക്കെ കാണാൻ പ്രത്യേകിച്ച് ഭംഗിയായിട്ടോ. പിന്നെ ഈ പക്ഷികളുടെ പ്രത്യേകിച്ചുള്ള ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ തടാകം പോലത്തെ കണ്ടു. ഒരുപാട് മീനുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറേ കൊക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനവിടെ നിന്നത് മുതലേ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഞാൻ മുതലകളെ കണ്ടില്ല. എനിക്കൊരാഗ്രഹമായിരുന്നു ഈ മുതലകളെ ഒന്ന് കാണുന്നത്. ഞാൻ മുന്നേ ഇവിടെ പോയിരുന്നു ഒരു സ്ഥലത്ത്, പേരാമ്പ്ര അടുത്തുള്ള ഒരു പെരുവണ്ണാമൊഴി. അവിടെ മുതലകളൊക്കെ ഉള്ള സ്ഥലം ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോൾ എനിക്ക് വലുതിനൊന്നും കാണാൻ പറ്റില്ല. കുറച്ച് ചെറിയ മുതലകളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ പിന്നെ പന്നിക്കരടി കണ്ടു. ഇതിങ്ങനെ റോഞ്ചി ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്, കരടി. അപ്പോൾ കുറച്ച് നേരം അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. ആ കാഴ്ചകളൊക്കെ കണ്ടിരുന്നിട്ടാണ് പിന്നെ പതുക്കെ നീങ്ങി അടുത്ത സ്ഥലത്തോട്ട് നീങ്ങി. അവിടെയാണ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിംഹത്തിൻ്റെ ഒരു കൂടൊക്കെയാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ ഏരിയയിലാണ് സിംഹമുള്ളത്. അവിടെ 2 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ നേരം നിന്നിട്ട് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേന് സിംഹത്തിനൊന്നും കാണാൻ പറ്റില്ല എന്ന് ഓർത്തിട്ട് നിരാശയോടെ പോയപ്പോഴാണ് ഹിപ്പോപ്പൊട്ടാമസുകളെ കണ്ടത്. 3, 4, 5 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളവർ അതിന് പുല്ലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുളിപ്പിക്കുന്നുണ്ട്. വലിയ സ്പേസിൽ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പാർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ട് അങ്ങനെ ഇരുന്നു. ഹിപ്പോപ്പൊട്ടാമസിനെ കുളിപ്പിക്കുന്നതും ഒരു വെള്ളം നനച്ചു കൊടുക്കുന്നതും ഇതൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നു. പിന്നെ നല്ല സൈസുണ്ട് കേട്ടോ ഈ ഹിപ്പോപ്പൊട്ടാമസുകളൊക്കെ. അതിൻ്റെ അകത്തൊരാളുണ്ട്, പുല്ല് കൊടുക്കുകയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങിയപ്പോൾ വേറെ സ്ഥലത്തേക്കാണ്. ഇതെന്താണെന്ന് എനിക്കറിയില്ല, പേര് വായിക്കാൻ ഞാൻ വിട്ടു. അപ്പോൾ ഈ മൃഗത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇത് നല്ല സൈസുള്ള ഹിപ്പോപ്പൊട്ടാമസിനെ പോലെയൊക്കെ തന്നെ ഇരിക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലമൊക്കെ കാണാൻ നല്ല രസമാണ്. ഇവരെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ. പിന്നെ പലതരത്തിലുള്ള മാനുകളും അവിടെ ഒക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ വലിയ സ്പേസിൽ വിട്ടിരിക്കുകയാണ്. അവിടെ മാനുകൾ മാത്രമല്ല, വേറെ എന്തൊക്കെയോ പക്ഷികളൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പം ഇതൊരു അന്നേരമാണ് ബോർഡ് കണ്ടത്, സിംഹം, കടുവ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇവരെ കാണാൻ വേണ്ടി വീണ്ടും ഞാൻ മുന്നോട്ട് പോയപ്പം അവിടെ എന്താണെന്ന് കാണുന്നത്, അതെന്താണെന്ന് എനിക്കും തന്നെ വ്യക്തമാകുന്നില്ല. എന്തോ ഒരു ടൈപ്പ് മാനാണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് പക്ഷികളെയൊക്കെ ഉണ്ട് അവിടെ വീണ്ടും കണ്ടു. പിന്നെ എൻ്റെ ആകാംക്ഷ മുഴുവൻ കടുവ എവിടെ കിടക്കുന്നു എന്നുള്ളതിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് മറ്റൊന്നും ഇനി അധികം ശ്രദ്ധിക്കാനുള്ള ഒരു മൂഡുണ്ടായിരുന്നില്ല.
പുറത്ത് നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിലും ഈ മരങ്ങൾക്കിടയിലൊക്കെ കിടക്കുമ്പോൾ ഒരു ചൂടും നമുക്കറിയുന്നുണ്ടായിരുന്നില്ല. നല്ല എ സി റൂമിലിരിക്കുന്ന ഫീൽ തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. പക്ഷെ ഭയങ്കരമായിട്ട് കൊതുക് അടിക്കുന്നുണ്ടായിരുന്നു ഇതിനകത്ത് കയറിയപ്പം. കുറേ വെള്ളങ്ങളൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം, പിന്നെ മൃഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊതുകുകളൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും. അവിടെ ഒരു ബട്ടർഫ്ലൈ പാർക്ക് കണ്ടിരുന്നു. പക്ഷേ ഞാനൊരു ബട്ടർഫ്ലൈ പോലും കാണാൻ പറ്റില്ല. കുറച്ച് പൂവുകൾ മാത്രം കണ്ടിട്ട് തിരിച്ച് വരേണ്ടി വന്നു. അങ്ങനെ ഈ മൃഗങ്ങളെയൊക്കെ കണ്ടിട്ട് പിന്നെ കുറച്ച് മുന്നോട്ട് നടന്നു പോകുമ്പോഴാണ് അങ്ങ് ദൂരെയായിട്ട് ഒരു സാധനത്തെ കാണുന്നത്. ഞാൻ ഓർത്തു അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമായിരിക്കും, ഒറിജിനൽ അല്ല, മൃഗമല്ല എന്നാണ് ഞാൻ ആദ്യം ഓർത്ത്. അത് മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നതായിരുന്നു. സിംഹമൊക്കെ കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പം കാണാം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അത് കാണുന്നുണ്ട്, കുറേ അകലെയായിട്ട് കാണാം. ഇവിടെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനും വെള്ളം കഴിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വണ്ടിയിൽ കൊണ്ടുവന്ന് മൃഗങ്ങൾക്കൊക്കെ കൊടുക്കാനുള്ള പുല്ലും കാര്യങ്ങളൊക്കെയാണ്. അങ്ങ് മുകളിലായിട്ട് ഒരാൾ ഇരിപ്പുണ്ട്. നെറ്റിൻ്റെ ഇടയിൽ കൂടെ വളരെ ചെറുതായിട്ട് കാണാം. ഇതാണ് ആൾ. ഞാൻ ഓർത്തത് ഇതൊരു എന്തോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെന്നാണ് ഓർത്തത്. ജീവനുള്ളൊരു സാധനമാണെന്ന് ഞാൻ ആദ്യം പ്രതീക്ഷയില്ല. അപ്പം കുറേ നേരമായിട്ട് ഈ ഇരുത്തം തന്നെയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴാണ് ആൾ തിരിയാൻ തുടങ്ങി. കുറച്ചപ്പുറത്തായിട്ട് വേറെ ആൾ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പം ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന പുള്ളിപ്പുലി ആയിരിക്കും അല്ലേ? പുള്ളിപ്പുലിയാണെന്ന് തോന്നുന്നു. എന്നാലും ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുകളിലോട്ട് പോയപ്പോഴാണ് നല്ല സൈസുള്ള കടുകൾ. പക്ഷേ എല്ലാം കിടന്നുറങ്ങുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുകയാണ്. ദൂരെ നിന്നായാലും അതിൽ നിന്ന് കാണാൻ പറ്റി. വീണ്ടും കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോഴാണ് അവിടെ ഒരാളെ കണ്ട്. സിംഹം, പെൺസിംഹമാണ്. നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഞാൻ അതിനെ നോക്കി നിന്നു. അതായത് ഈ കമ്പിയുടെ ഇടയ്ക്കൊക്കെ മേലൊക്കെ ഇട്ട് ഉരയ്ക്കുന്നുണ്ട്, ചൊറിയുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ കുറച്ച് നേരം അതിനെയൊക്കെ നോക്കി അങ്ങനെ നിന്നു. ഒരു അപൂർവ കാഴ്ച തന്നെയാണ്. ഞാൻ ഇത്ര അടുത്ത സിംഹത്തിന് എനിക്ക് വന്ന് എൻ്റെ ഓർമ്മയിൽ ഞാനിപ്പോൾ ഒന്നും കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു. കുറേ നേരം ഞാനതിനെ നോക്കിയിരുന്നു. അപ്പമാണ് ആദ്യം കണ്ട ആ സ്ഥലത്ത് സിംഹം കിടക്കുന്നുണ്ട്. ഒരു ആൺസിംഹവും ഒരു പെൺസിംഹവും ഉണ്ടായിരുന്നു, അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഈ കൂട്ടിൻ്റെ അങ്ങേയറ്റത്തായിട്ടൊരു ടൈഗർ ഉണ്ട്. പക്ഷെ അതിനൊന്നും കാണത്തില്ല, വ്യക്തമായിട്ടൊന്നും കാണത്തില്ല. കുറേ ദൂരെയായിട്ട് ഹൈനയുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാൻ വിടുന്നില്ല. അവിടെ വെച്ച് മറച്ചിട്ടാണല്ലേ ആളുകൾ അടുത്ത് പോകണ്ടെന്നുള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്നറിയില്ല. എന്തായാലും അങ്ങ് അകലെ ഹൈനയുള്ളൂ. അപ്പം ആ ഹൈന അങ്ങ് ദൂരെ നടക്കുന്നതാണ് അങ്ങനെ. പക്ഷെ നമുക്ക് ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ല. അവിടെ അവർ അടച്ചിരിക്കുകയാണ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെയും ഈ സിംഹത്തിൻ്റെ അടുത്ത് തന്നെ വന്ന് കുറച്ച് നേരം സിംഹത്തിൻ്റെ കളികളൊക്കെ കുറച്ച് നേരമൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് പിന്നെ എന്തായാലും തിരിച്ച് പോകണമെന്നുള്ള സമയമായതുകൊണ്ട് പതുക്കെ പോകാൻ വേണ്ടി നോക്കുമ്പോഴാണ് വേറൊരു പെൺസിംഹം താഴെ കൂടെ ആൺസിംഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. താഴെ കണ്ട കൂട്ടിൽ ഓപ്പൺ സ്പേസിൽ. അവിടെ പക്ഷേ നമുക്ക് ഇവർ പുറത്തോട്ടൊന്നും വരില്ല, ഉള്ള നെറ്റൊക്കെ ഇട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ കണ്ട് മാംസഭോജികളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് മുള്ളൻപന്നികളുണ്ടായിരുന്നു. മുള്ളൻപന്നി ഗ്ലാസ് കൂടിൻ്റെ അകത്താണ് ചിത്രശലഭ പാർക്ക് ഞാൻ പറഞ്ഞത് ആദ്യം. അവിടെ ചിത്രശലഭങ്ങളെ ഒന്നും കണ്ടില്ല, കുറച്ച് പൂക്കൾ മാത്രം കണ്ടു. കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, ഞാനൊന്നും കണ്ടില്ല. ചിലപ്പോൾ എല്ലാം ചെടികൾക്കിടയിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവും. ഏതായാലും ഒന്നും കാണാതെ വരുന്നതാണ്. എന്തായാലും കുറച്ച് പൂക്കളൊക്കെ കണ്ട് വീണ്ടും യാത്രയൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് തന്നെ പോയി. അവിടെ വെള്ളമൊക്കെ ഉണ്ട്. ഒരു ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും ഏതാണ്ട് ചൂട് നന്നായിട്ട് അറിയുന്നുണ്ട്. എന്തായാലും 3-4 മണിയൊക്കെ ആകുമ്പോഴേലും നല്ല ചൂടുണ്ട്, ഹ്യൂമിഡിറ്റിയാണെന്ന് തോന്നുന്നു. ശരിക്കും നന്നായിട്ട് വേർക്കുന്നുണ്ട്. അപ്പം കുറച്ച് നേരമൊക്കെ ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. ഇനി എന്തായാലും ഒട്ടകപ്പക്ഷിയുണ്ട്, പിന്നെ സ്നേക്ക് പാർക്കുണ്ട്. ഈ 2 കാര്യങ്ങളും കൂടിയാണ് കാണാനുള്ളത്. അപ്പം അങ്ങനെ ഒരിടങ്ങൾ സ്നേക്ക് പാർക്കിൻ്റെ അടുത്തേക്ക്. പക്ഷേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മൊബൈൽ ഫോട്ടോഗ്രാഫിയൊക്കെ നിരോധിച്ചിരിക്കുന്നു, ഫോണിൽ ഫോട്ടോ എടുക്കരുത് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഫോണൊന്നും ഓണാക്കിയില്ല. ഞാൻ കയറി കണ്ടിട്ട് വന്നു. അതിൻ്റെ അടുത്താണ് രവിവർമ്മ മ്യൂസിയം ആർട്ട് ഗ്യാലറി ഉണ്ട്. അവിടെ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ബസ്സിൻ്റെ ടൈം ഏതാണ്ട് 4:30 ആയതുകൊണ്ടും 4 മണി ആയതുകൊണ്ടും തമ്പാനൂർ എത്തേണ്ടതുകൊണ്ടും ഞാൻ കയറാൻ നിന്നില്ല.